ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ്, 10 മിനിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ചെറിയൊരു ഷോപ്പിങ്ങിന് പോവുകയാണ്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഗ്രോസറിയും പച്ചക്കറിയും പിന്നെ അത്യാവശ്യം നമുക്കൊന്ന് തുണിക്കടയിലും കയറണം കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് എന്തായാലും നമുക്കൊന്ന് ഫുഡ് കഴിക്കാമെന്ന് കരുതി ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. ഇങ്ങനെ പ്രാവ് അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് കളിക്കുന്നത് ലൈൻ കമ്പിന്ന്. ശരി, നമ്മൾ ഫുഡിനൊക്കെ പറഞ്ഞിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കുന്നത് വന്നു കേട്ടോ. അപ്പോൾ ശമ്പുടൻ അവിടെ ഗ്ലാസ് കൊണ്ട് കളിക്കുകയാണ്. നമ്മൾ പൊട്ടും എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ആൾ ഭയങ്കര ബാലൻസ്ഡ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, ഞാനപ്പോൾ നമ്മൾ രണ്ടുപേരും ഇരുന്ന് ബോറടിക്കുകയാണ്, ഫോണിൽ തോണ്ടിയിട്ടും ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിരിക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ എന്നെ കാണാൻ ശരിക്കും ഒരു ഭദ്രകാളിനെ പോലെയുണ്ട്. കാരണം കണ്ണൊക്കെ പടർന്ന് ഇങ്ങനെ, കാരണം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മഴയില്ല, പകുതി വഴിക്കെത്തിയപ്പോൾ മഴ പെയ്തു, പിന്നെ അങ്ങോട്ട് മഴയില്ല. അപ്പോൾ നമ്മൾ മുഖമൊക്കെ തുടയ്ക്കുമ്പോൾ ഇതിങ്ങനെ പടർന്ന് വന്നു, അതങ്ങ് തുടച്ച് കളഞ്ഞു, അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ അതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ പ്ലേറ്റ് വന്നു ഒരു 15 മിനിറ്റ് കഴിഞ്ഞാണ് ഫുഡ് വന്നത്. പക്ഷേ ആ പ്ലേറ്റ് അങ്ങനെ വന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറേ നേരം പ്ലേറ്റിൽ നോക്കിയിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള പ്ലേറ്റ്. അപ്പോൾ അങ്ങനത്തെ മേടിക്കണം എന്നൊക്കെ ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടറായിട്ട് പറഞ്ഞത് ഒരു ചിക്കൻ ടിക്കയായിരുന്നു. അപ്പോൾ ചിക്കൻ ടിക്ക ശമ്പൂട്ടൻ കഴിക്കുമോ എന്നറിയില്ല, അത്യാവശ്യം നല്ല സ്പൈസി ആയിരുന്നു. എന്നാലും ഒരു പീസ് പ്രജി വെച്ച് കൊടുക്കുന്നുണ്ട്, കൂടെ സലാഡും പിന്നെ മിൻറ്റ് ചട്നിയും ഉണ്ട്. അപ്പോൾ ചിക്കൻ ടിക്ക കഴിക്കണമെങ്കിൽ ആ ഒരു ചട്നി ഇല്ലെങ്കിൽ ചിക്കൻ ടിക്കയുടെ ഒരു സുഖം എനിക്ക് വരാറില്ല കേട്ടോ. എല്ലായിടത്തും കൊടുക്കും, എന്നാലും അത് കഴിഞ്ഞ് പോയാൽ പിന്നെ ചിക്കൻ ടിക്ക കഴിക്കാനൊരു സുഖം ഉണ്ടാവില്ല. അങ്ങനെയാണ്. അപ്പോൾ പ്രജി നമുക്ക് എല്ലാവർക്കും സെർവ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം സമാധാനത്തിൽ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. കാരണം എന്താണെന്നറിയാമോ, ഇനി മെയിൻ കോഴ്സ് ഫുഡ് വരാൻ കുറേ സമയം എടുക്കും. ഇവിടുത്തെ നമ്മളിപ്പോൾ കയറിയ ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പ്രശ്നം, നമ്മൾ ചെന്ന് പറഞ്ഞിട്ടാണ്, വലിയ തിരക്കുള്ള ഒന്നുമല്ല, പക്ഷേ ഭയങ്കര നല്ല വൃത്തിയുള്ള സ്ഥലമാണ്. നമ്മൾ ചെന്ന് പറഞ്ഞതിന് ശേഷം ആണ് നമുക്ക് വേണ്ടി അവർ അവിടെ പ്രിപ്പയർ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഫ്രഷായിട്ടും നല്ല ചൂടായിട്ടും നമുക്ക് കഴിക്കാൻ പറ്റും. പൊതുവേ എല്ലാവരും പറയില്ലേ, വലിയ തിരക്കില്ലാത്ത കടയിൽ കയറരുത്, തിരക്കുള്ള കടയിലാണ് നല്ലത്. പക്ഷേ ഇവിടെ നമ്മുടെ ഓപ്പൺ കിച്ചൺ പോലത്തെ ഒരു സെറ്റപ്പാണ്. അപ്പം നമുക്ക് കാണാം നമ്മുടെ ഫ്രണ്ടിൽ തന്നെ അവരെ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഒന്നും പറയാനും പറ്റില്ല, നല്ല ഫ്രഷ് ആയിട്ടല്ലേ. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നത് നാനാണ്, ശംഭുവിന് പ്ലെയിൻ നാന്, എനിക്ക് ഗാർലിക് നാന്, പ്രജിക്ക് ബട്ടർ നാന്. ഇങ്ങനെയാണ് നമ്മൾ 3 പേരും പറഞ്ഞത്. നാൻ ആയതുകൊണ്ട് തന്നെ ഒരേ സമയത്തെല്ലാം എത്തിയേ. പിന്നെ ഒരു പെപ്പർ ചിക്കൻ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം നമുക്ക് കുറച്ച് സ്പൈസി ആയിട്ട് തോന്നി. അപ്പോൾ ശമ്പൂട്ടൻ എങ്ങാനും കഴിച്ചില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു ഫ്രഞ്ച് ഫ്രൈസ് കൂടെ പറഞ്ഞു കേട്ടോ. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു സാധനം അല്ല ഇത്, വല്ലപ്പോഴും പ്രജി വരുമ്പോഴാണ് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത് തന്നെ അല്ലേ. അപ്പോൾ ശമ്പൂട്ടൻ ഒരു ഫ്രഞ്ച് ഫ്രൈസും പറഞ്ഞു, അവൻ അതും കഴിച്ചു. നമ്മളെല്ലാവരും കൂടെ ഷെയർ ചെയ്തത് കഴിച്ചു കേട്ടോ. അതിനുശേഷം നമുക്ക് പോകേണ്ടത് ഒരു തുണിക്കടയിലേക്കാണ്. കാരണം നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഒരു വീഡിയോയിൽ ഇത് ചെയ്തില്ലേ, ബേബി ഷവർ ചെയ്തില്ലേ, ബേബി ഷവർ അല്ല, ഒരു വളകാപ്പ് പോലെ നമ്മൾ ചെയ്തില്ലേ. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഒരു സാരി എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം രശ്മിക്കുള്ള ഏകദേശം കളർ സാരീസൊക്കെ എനിക്കറിയാം, അവൾക്ക് ഏതൊക്കെ കളറുണ്ട്, എങ്ങനെ വേണമെന്നൊക്കെ. അതിന് ശേഷം അവൾ നാട്ടിൽ പോവുകയാണല്ലോ, ഞാൻ പറഞ്ഞില്ലേ അവർ ഗുജറാത്തിലേക്ക് പോവുകയാണെന്ന്. അപ്പോൾ അവിടെ ചെന്നിട്ടും ഒരു ഫംഗ്ഷനുണ്ട്. അപ്പോൾ ഈ ബ്ലൂ ആൻഡ് പിങ്ക് കോമ്പിനേഷൻ വരുന്ന സാരി അവൾ കുറേ ഓൺലൈനിലൊക്കെ തപ്പിയിട്ട് കിട്ടിയില്ല കേട്ടോ ആൾക്ക്. നമ്മൾ ആ ഒരു ഫംഗ്ഷൻ കണ്ടാലും അറിയാം, ഒരു പീച്ച് ആൻഡ് ഒരു ഗ്രീൻ മിക്സ് ആയിട്ടുള്ളൊരു, ഗ്രീൻ അല്ല, ഒരു ബ്ലൂയിഷ് ഗ്രീൻ കളർ സാരിയാണ് ആൾ ഉടുത്തിരുന്നത്. വേറെ ഒരു നിവൃത്തി ഇല്ലാഞ്ഞിട്ടാണ് ആ ഒരു കളർ സെലക്ട് ചെയ്തത് കേട്ടോ. അപ്പം ഞാനപ്പോൾ അങ്ങനെ നോക്കി, അവൾക്ക് ബ്ലൂവും പിങ്കും ഇല്ലല്ലോ, അപ്പോൾ അങ്ങനത്തെ ഒരു കളർ എന്തായാലും തപ്പിയെടുത്ത് കൊടുക്കാം എന്ന് കരുതി. കാരണം അവർക്ക് ഇനിയും ഗുജറാത്തിൽ പോയിട്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കുടുംബത്തിനോടൊപ്പം. നമ്മളിവിടെ ഫ്രണ്ട്സിനോടൊപ്പം അല്ലേ, അപ്പോൾ അവിടെ കുടുംബത്തിനോടൊപ്പം അങ്ങനെ ഒരു 8-ാം മാസമൊക്കെ ആകുമ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഈ ബ്ലൂവും പിങ്കും ഉള്ള സാരിയാണ് നമ്മൾ എടുത്തത്. മാത്രമല്ല പിങ്ക് കൂടുതൽ വേണം എന്നാണ് നേരത്തെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. പെൺകുട്ടി വേണമെന്ന് അത്ര ആഗ്രഹിക്കുന്ന ഒരാളാണ്, കാരണം മൂത്തത് ആൺകുട്ടിയാണല്ലോ. അപ്പം ഞാൻ പിങ്ക് സാരിയിൽ ബ്ലൂ ബോർഡർ വരുന്ന അങ്ങനത്തെ ഒരു സാരി എടുത്തു. പിന്നെ കണ്ടോ പെരും മഴയായി. എന്നിട്ട് പ്രജി വണ്ടി നിർത്തിയെടുത്തൊന്നും നമ്മളെയൊക്കെ കൊണ്ടുവരാൻ വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം നമ്മൾ നനഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയിട്ട്, ഞാൻ ശമ്പും പോയിട്ടൊന്ന് ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വേഗം വന്നു വീട്ടിൽ പോയിട്ട്. നമ്മളിപ്പോൾ പോകുന്ന വഴി തന്നെയാണല്ലോ വീട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പോവാണ്. ഇനി കുറച്ച് നമുക്ക് വേണ്ടിയ സാധനങ്ങൾ, പിന്നെ നമുക്ക് മീൻ മേടിക്കണമായിരുന്നേ. അപ്പോൾ കാറിൽ പൊതുവെ മീൻ കൊണ്ടുവരുമ്പോൾ ഞങ്ങളെങ്ങനെ വെച്ചാൽ ഒരു ബക്കറ്റ് കയ്യിൽ കരുതും. അപ്പോൾ അതിനകത്ത് ആവശ്യമുള്ള മീൻ വെച്ചിട്ട് നമ്മൾ വെക്കുവാണെങ്കിൽ കാറിലൊട്ടും സ്മെല്ലുണ്ടാവില്ല കേട്ടോ. അല്ലാതെ നമ്മൾ കവറിലൊക്കെ മേടിച്ചിട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ ബാക്കി സാധനങ്ങളൊക്കെ മേടിച്ച് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ കാറിനകത്ത് അടുത്ത പ്രാവശ്യം കാറിൽ കയറുമ്പോൾ ആ ഒരു സ്മെല്ല് വരും. അപ്പോൾ കാറ് മേടിച്ച സമയത്ത് തന്നെ ഞങ്ങൾ ഇതാണ് ചെയ്യുന്നത്, ഒരു ബക്കറ്റ് എടുത്ത് വെക്കും.
അപ്പോൾ ദാ പ്രജിക്ക് കുറച്ച് പോസ്റ്റ് ഓഫീസിൽ എന്തോ പരിപാടിയൊക്കെ ചെയ്യാനുണ്ടായിരുന്നു, കുറച്ച് സാധനങ്ങളൊക്കെ അയക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രജി അങ്ങോട്ട് പോയി. ഞങ്ങളിതാ കാറിൽ ഇവിടെ ഇങ്ങനെ ഇരുന്നു കുറേ നേരം. കാരണം മഴയുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ശവൂട്ടം വെറുതെ വെള്ളത്തിൽ കിടന്ന് ചാടും, പിന്നെ കാറിൽ കയറും, പിന്നെ അത് വൃത്തികേടാവും. അങ്ങനെ അതിനുശേഷം പിന്നെ വണ്ടിയുടെ PUC എടുക്കേണ്ട സമയമായിരുന്നു. അങ്ങനെ അത് എടുക്കാൻ വേണ്ടിയിട്ട് വന്നു, അതൊക്കെ ചെയ്തു. അതിനുശേഷം നമുക്ക് അടുത്ത സൂപ്പർ മാർക്കറ്റിലേക്ക് പോകണമല്ലോ. അതിന് മുമ്പേ ഞങ്ങൾക്ക് കുറച്ച് ട്രാഫിക്ക് കിട്ടി. കാരണം എന്താണെന്നറിയാമോ, ഇവിടെ ആകാശ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പോൾ അവിടുത്തെ കുട്ടികൾക്ക് നീറ്റും JEE ഒക്കെ കിട്ടിയതിൻ്റെ ഒരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നേ. അവരൊരു ജാഥ റാലി പോലെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളെ കണ്ടില്ലേ, എന്തോരം കുട്ടികളാണെന്നറിയാമോ. അവിടെയാണ് നമ്മുടെ ആദിക്കുട്ടനൊക്കെ പഠിച്ചിരുന്നത്. അപ്പോൾ അവരെ ഇങ്ങനെ അവർക്കൊരു അനുമോദനം എന്നുള്ള രീതിയിൽ അവരെ വണ്ടിയിലാക്കി ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇപ്പോഴത്തെ പ്രസൻറ്റ് സ്റ്റുഡൻസ് ഇങ്ങനെ ജാഥയായിട്ട് ഒരു സൈഡിൽ കൂടെ പോവുകയാണ്. അതുകൊണ്ട് അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം കുറേ കുട്ടികളുണ്ടല്ലോ, കുറേ കുട്ടികൾ, ഇങ്ങനെ ഒരു 10,000-20,000 കുട്ടികൾ, അങ്ങനെ ആ ഒരു റേഞ്ചോളം കുട്ടികളുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ നിർത്തി. കാരണം ഇത് തീരുന്ന മട്ടൊന്നും ഇല്ല. അപ്പോൾ കുറേ നേരം അത് കണ്ടുകൊണ്ടിരുന്നു. നമ്മളിങ്ങനെ മെല്ലെ ഇഴഞ്ഞ് അവർ ടീച്ചേഴ്സ് നന്നായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട് കുട്ടികളെ സൈഡിലേക്ക് കൊണ്ടുവരാൻ കേട്ടോ. എന്നാലും അങ്ങനെ വണ്ടിക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അങ്ങനെ പോയി. ഇവർക്കാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി. മുബാറക്ക് എന്ന് പറഞ്ഞൊരു കടയുണ്ട് ഇവിടെ. അവിടെ പോയിട്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. ഞാൻ അത്യാവശ്യം ഇവിടുന്ന് മേടിക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ കേക്കിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് മെയിൻലി മേടിക്കുക. കാരണം നമുക്കിവിടെ വേറെ അധികം നല്ല ഷോപ്സ് ഒന്നും ഇല്ല. അത്യാവശ്യം എക്സ്പയറി ഡേറ്റ് കുറച്ച് അധികം ഉള്ളത് കിട്ടുന്നത് ഇവിടെ. ബാക്കി നിയർ ടു എക്സ്പയറി ആയ സാധനങ്ങളൊന്നും ഞാൻ മേടിക്കാറില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും ഇവിടെ എവിടെ നിന്ന് ഇതിൽ മേടിക്കുന്നത്. കാരണം ഞാൻ പറയില്ലേ, ഇപ്പോൾ ഒരു 10-22 പേര് എൻ്റെ അടുത്തുനിന്ന് കേക്ക് പഠിച്ചിട്ട് പോയി കേട്ടോ. അപ്പം അവർക്ക് സാധനങ്ങൾ എവിടെ നിന്നാണ് മേടിക്കേണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പം ഞാൻ പറയുമ്പോൾ ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറയുമ്പോൾ അവർ പറയില്ല ദീദി നമ്മളവിടെ കണ്ടില്ല, ഞങ്ങളവിടെ പോയിരുന്നു കണ്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് കേട്ടോ ഞാനൊന്ന് വീഡിയോ എടുത്തത്. അത്യാവശ്യം കേക്കിന് വേണ്ടി എല്ലാ സാധനങ്ങളും അവിടെ കിട്ടുന്നുണ്ട്. എസൻസ് ആയാലും കളേഴ്സ് ആയാലും അത്യാവശ്യം ഡെക്കറേഷൻ ഐറ്റംസ് ആയാലും ഫില്ലിംഗ് ആയാലും ചോക്ലേറ്റ്സ് ആയാലും എല്ലാം കിട്ടുന്നുണ്ട്. അതിൻ്റെ ടോപ്പിങ്ങും കാര്യങ്ങളും, പിന്നെ നമ്മൾ ബേക്ക് ചെയ്യാനുള്ള ബേക്കിംഗ് ട്രേസും കത്തിയും പിന്നെ കവറും പാക്ക് ചെയ്ത് കൊടുക്കാനുള്ള കവറും എല്ലാം കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അടിപൊളിയായിട്ട് അതൊക്കെ മേടിച്ച് അത്യാവശ്യം നമുക്ക് വേണ്ടിയത് എനിക്ക് സ്റ്റോക്ക് ചെയ്യണം. ഇനി ഒരു 2-3 മാസത്തേക്ക് സ്റ്റോക്ക് ചെയ്യേണ്ട സാധനങ്ങളെല്ലാം ഞാൻ മേടിച്ചിട്ട് നമുക്ക് അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ അത്യാവശ്യം ചോക്കോ ചിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കുന്ന പോലെ ഇരിക്കും കേട്ടോ. ഇതിപ്പോൾ ഓപ്പൺ ആക്കിയാൽ ഫ്രിഡ്ജിൽ വെക്കണ്ടെന്ന് പറയുന്നവരുണ്ട്, വെക്കണമെന്ന് പറയുന്നവരുണ്ട്. പക്ഷെ നമ്മുടെ വീടിൻ്റെ ഒരവസ്ഥ വെച്ചിട്ട് ഉറുമ്പൊന്നും കയറുന്നില്ല, അങ്ങനെയൊക്കെ സൂക്ഷിച്ച് വെക്കണം. എല്ലാം കേക്ക് ഉണ്ടാക്കുന്ന സമയം തലേദിവസമെങ്കിലും എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിട്ട് റൂം ടെമ്പറേച്ചറിലാക്കുക. അതാണ് മെയിനായിട്ടുള്ള കാര്യം. തണുപ്പോടുകൂടി ഒന്നും ചെയ്യാതിരിക്കുക. അതേപോലെ പുറത്ത് ഡെക്കറേഷനൊക്കെ ചെയ്യേണ്ട ചോക്ലേറ്റൊക്കെ ആണെങ്കിൽ നേരത്തെ ഒന്ന് ഷേവ് ചെയ്ത് അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് ഫ്രീസറിനകത്ത് വെക്കുക. അങ്ങനെയൊക്കെ ഇതുണ്ട്. നല്ല ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എല്ലാം കിട്ടുന്നുണ്ട് നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കാനുള്ളതൊക്കെ. പക്ഷേ അറ്റ് ലാസ്റ്റ് ഇത് കോസ്റ്റ്ലിയാണ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് കോസ്റ്റ്ലിയാണ്, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഐസ്ക്രീം മേടിച്ചു കേട്ടോ. അവർ രണ്ടുപേരും ബോൾ ഐസ്ക്രീമും മേടിച്ചു, ഞാനൊരു കുൽഫിയും മേടിച്ചു. അങ്ങനെ അത്യാവശ്യം നമ്മളൊന്ന് ക്യാൻറ്റീനിലും പോയായിരുന്നു കേട്ടോ. അവിടെ നിന്ന് അപ്പം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അവിടെ നിന്നാണ് നമ്മൾ ഐസ്ക്രീമൊക്കെ മേടിച്ചത്. അപ്പം അവർക്ക് സ്ട്രോബെറി ഐസ്ക്രീമാണ് അവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിരുന്നത്. എനിക്ക് ഈ കുൽഫി കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കുൽഫി, നമ്മുടെ നാടൻ സംഭവങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ മേടിച്ചു. അതിനുശേഷം വീണ്ടും ഞാനും ശംഭുവും ബോറടിച്ച് വണ്ടിയിലിരിക്കുകയാണ്. കാരണം പ്രജി കുറച്ച് ടെന്നീസ് ബോളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. പിന്നെ ശംഭുവിൻ്റെ ബാക്കിലിരുന്ന ആ ഒരു ബക്കറ്റ് കണ്ടു, അതാണ് കേട്ടോ നമ്മൾ മീൻ മേടിക്കാൻ വേണ്ടി എടുത്തത്. അപ്പോൾ മീൻ മേടിക്കുന്ന സ്ഥലത്തെത്തി. അറിയാമല്ലോ മീൻചന്ത എങ്ങനെയായിരിക്കും, ഒരു നോർമൽ മീൻചന്ത എങ്ങനെ ഉണ്ടാവുകയെന്ന്. അപ്പോൾ അതുപോലുള്ള സ്ഥലമാണ്. ഇവിടെ അത്യാവശ്യം നല്ല ഫ്രഷ് മീൻ കിട്ടും. അപ്പം നമുക്ക് വേണ്ടിയ മീൻ നമുക്കിങ്ങനെ മേടിക്കാം. അപ്പോൾ ഈ പ്രാവശ്യം വന്നപ്പോൾ നമുക്ക് മത്തി കഴിക്കാൻ തോന്നിയിരുന്നു, പക്ഷേ മത്തി കിട്ടിയില്ല. പിന്നെ അയലയും കിട്ടിയില്ല. അപ്പം അവരോട് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു മത്തിക്കും അയലയ്ക്കും ഇടയ്ക്കുള്ളൊരു സാധനമാണ് ഇത്, അടിപൊളി ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട്. സംഭവം നമ്മുടെ കൊഴിയാളയാണ് കേട്ടോ. അത് സത്യത്തിൽ നല്ല മീനായിരുന്നു, ഫ്രഷ് ആയിരുന്നു. പിന്നെ അത് വറ്റിക്കാനും കറി വെക്കാനും വറുക്കാനും എല്ലാം നല്ല മീനാണ്, അത്യാവശ്യം ഉറപ്പുള്ള മീനാണ്. പിന്നെ മേടിച്ചത് നമ്മൾ പ്രജിയുടെ ഫേവറേറ്റ് ചൂരയാണ്. ഒരു ചൂരയുടെ വാലുണ്ടായിരുന്നു. കാരണം ഇവരെല്ലാവരും പാക്ക് ചെയ്യുകയാണ്. ഇന്നത്തെ കച്ചവടം കഴിഞ്ഞ് ബാക്കിയെല്ലാം ഫ്രീസറിലേക്ക് കയറ്റാണ്. അപ്പോൾ പ്രജി പോയിട്ട് നോക്കുന്നുണ്ട് വേറെ എന്തെങ്കിലും ഫ്രഷ് ആയിട്ടുണ്ടോ മേടിക്കാനെന്നൊക്കെ. അതിനുശേഷം കുറച്ച് ചൂരയും മേടിച്ച് അവിടുന്ന് നമ്മൾ നേരെ പോയത് പച്ചക്കറി മേടിക്കാനാണ്. പച്ചക്കറി സാധനമൊന്നും മേടിച്ചിട്ടില്ല, നമ്മൾ മീൻ മേടിച്ചതുകൊണ്ട് കപ്പ മേടിക്കാമെന്ന് കരുതി. അങ്ങനെ കപ്പയൊക്കെ മേടിച്ച്
നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. ഇതാണ് ഇന്നത്തെ ദിവസത്തെ ഒരു ഷോപ്പിങ്ങിന്. വീട്ടിൽ ചെന്ന് ഈ മേടിച്ച സാധനങ്ങളെല്ലാം അതാത് സ്ഥലത്ത് എടുത്ത് വെച്ചിട്ട് അടിപൊളിയായിട്ട് കപ്പയും മീനും ഉണ്ടാക്കി കഴിക്കണം. അത്ര തന്നെ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ ശരി, ടാറ്റാ.